നൂറ് ആദിലോട് ചോദിക്കുന്നുണ്ട്, ബേബി ആരാണ് ടിക്കറ്റ് ഫിനാലെ വിന്നറാവാൻ പോകുന്നത്? അത് ബേബി തന്നെ. ബേബിയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. താങ്ക് യു ബേബി, യു ആർ മൈ സ്ട്രെങ്ത്. നൂറ നന്ദിയൊക്കെ പറയാണ്. ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് രണ്ടുപേരും. ടിക്കറ്റ് ഫിനാലയിലേക്ക് കയറി ഒരാളങ്ങ് വിന്നറാവുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. ഇന്നലെ ലൈവിൽ നൂറ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ എല്ലാവരും സംസാരിക്കാൻ പറയും ഞാനാണ് വിന്നർ, ഞാനാണ് വിന്നർ, ഞാനാണ് വിന്നർ എന്ന് ഇങ്ങനെ പറയാം. അത് കേട്ട് 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 ഞാനതങ്ങ് വിട്ടു. കാരണം അവരങ്ങ് തീരുമാനിച്ചു ഇവിടെ ഗേൾസിന് കപ്പെടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ആരെയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാനാണ് കപ്പെടുക്കുന്നത്. അക്ബർ പറയുന്നുണ്ടായിരുന്നു, ഷാനവാസ്ക പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്. അപ്പം അങ്ങനെ കേട്ട് 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 മടുത്തു. അപ്പം അവരങ്ങ് തീരുമാനിച്ചു ഗേൾസ് എടുക്കത്തേയില്ല, അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഞങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആലോചിക്കുകയാണ്, നമുക്കെന്താ അങ്ങനെ കപ്പെടുക്കാൻ പാടില്ലേ? നമ്മൾ മുന്നേ കയറാൻ പറ്റത്തില്ലേ? നമ്മൾ ഫൈനലിസ്റ്റിൽ വരാൻ പാടില്ലേ? അങ്ങനെയൊക്കെ ഇന്നലെ നൂറ വലിയ വീരവാദമൊക്കെ മുഴക്കുന്നുണ്ടായിരുന്നു ലൈവിലിരുന്നിട്ട്. എത്ര നല്ല നല്ല കണ്ടസ്റ്റൻറ്റുകളാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റായി പോയത്. ഇവർക്ക് പകരമുള്ളവരായിരുന്നു അവരൊക്കെ. കാരണം ഇവരാദ്യം ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ നിന്ന്, പിന്നെ ബിഗ് ബോസ് ഒരു കളി കളിച്ചു രണ്ടുപേരും രണ്ട് കണ്ടസ്റ്റൻ്റ് ആണെന്ന്. ആദ്യത്തെ 50 ദിവസങ്ങളിൽ ഒരു റോളും ഒന്നും ചെയ്തിട്ടില്ലാത്ത രണ്ട് വ്യക്തികളായിരുന്നു ഈ ആദില നൂറ. ഇവർ രണ്ടുപേരൂടെ മാത്രം ഇരുന്നിട്ട് കോൺവെർസേഷൻസ് അല്ലാതെ. ഈ നൂറയാണെങ്കിൽ ഒരു തുരുമ്പിൻ്റെ പണിയെടുക്കത്തില്ല ആ വീട്ടിൽ, ഒരു കാര്യവും ചെയ്യത്തില്ല, ഒരു ആക്ടിവിറ്റിയില്ല, ആകെ ടാസ്കിനകത്ത് മുന്നിലുണ്ട്. പിന്നെ വൈൽഡ് കാർഡായിട്ട് വന്ന ആ ഒരു ദിയാസന ഇവരോട് രണ്ടുപേരെടുത്തും ബെഡ്റൂമിൽ വെച്ച് പറയുന്നത് പഞ്ചാര അടിച്ചങ്ങ് നിൽക്കണം. അറിയാമല്ലോ മക്കളെ, നിങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക പേരാക്കി എടുത്തിരിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണെന്നൊക്കെ ആ ദിയാസന പറയുന്നുണ്ട്. ഇവരങ്ങനെ പഞ്ചാര അടിച്ച് ഷാനവാസിനെ കുപ്പിയിലാക്കി കുറേ നാൾ ഷാനവാസുമായിട്ട് ഇരുന്നിട്ട് കുറേ കണ്ടന്റ് ഉണ്ടാക്കി അങ്ങ് കുറേ ദിവസങ്ങളങ്ങ് പോയി. പിന്നെ അനിമോൾക്ക് അവിടെ പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേന് അനിമോളെ വിട്ടു പിരിയാത്ത കണക്ക് ആദില ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അനിമോൾക്കിട്ട് താങ്ങുകയും ചെയ്യും. ഏതെങ്കിലും ടാസ്കോ വഴക്കോ നടക്കുകയാണെങ്കിലും അനിമോൾക്കിട്ട് താങ്ങും.